യക്ഷിക്കഥ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളതല്ലേ? പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു വരുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പല ആപ്പുകളിലും കയറി കഥ കേൾക്കുന്നവരാണ് മിക്കവാറും പേര്. ഇന്ന് ഞാൻ അങ്ങനെ ഒരു യക്ഷിക്കഥയാണ് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യക്ഷിക്കഥകളാൽ സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിന്റെ പഴയ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിൽ നിന്ന് അനേകം യക്ഷിക്കഥകൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം കള്ളിയങ്കാട് നീലിയൊക്കെ ഇത്ര പ്രശസ്തമായ ഒരു യക്ഷിയായി മാറിയത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള മറ്റൊരു പ്രശസ്തമായ ഒരു യക്ഷി കൂടി ഉണ്ടത്രേ, കാഞ്ഞിരോട്ട് യക്ഷി. അതാണ് അവരുടെ പേര്. തെക്കൻ തിരുവിതാംകൂറിൽ കാഞ്ഞിരക്കോട്ട് എന്നൊരു സ്ഥലം തന്നെയുണ്ട്. ഇന്നത് തമിഴ്നാട്ടിലാണ് ഈ സ്ഥലമുള്ളത്. കാഞ്ഞിരക്കോടെ പ്രശസ്തമായ പടമംഗലം തറവാട്ടുകളിൽ ഒന്നായ മംഗലത്താണ് ശ്രീദേവി അല്ലെങ്കിൽ ചിരുദേവി എന്നറിയപ്പെടുന്ന യുവതി ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതീവ സൗന്ദര്യത്തിനുടമയായ ചിരുദേവി മികച്ച ഒരു നർത്തകിയുമായിരുന്നു. അനേകം പുരുഷന്മാരാണ് അവരെ മോഹിച്ചിട്ടുണ്ടായിരുന്നത്. ചിരുദേവിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കുടുംബത്തിലെ പല്ലക്കുകാരനായ കുഞ്ഞിരാമനുമായി ഗോവിന്ദൻ വലിയ കൂട്ടായിരുന്നു. ഇതിനിടെ ചിരുദേവി കുഞ്ഞിരാമനോട് ചിരുദേവിക്ക് ഒരു ഇഷ്ടം തോന്നുകയുണ്ടായി. എങ്ങനെയും അയാളെ സ്വന്തമാക്കണമെന്ന് ചിരുദേവി വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ കുഞ്ഞിരാമൻ വിവാഹിതനും ഭാര്യയോട് വലിയ സ്നേഹമുള്ള ആളുമായിരുന്നു. അയാൾ ചിരുദേവിയുടെ പ്രണയം കേട്ടപാടെ തന്നെ അവഗണിക്കുകയാണ് ചെയ്തത്. ഇത് കോപം കൊണ്ട ചിരുദേവി കുഞ്ഞിരാമന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്താനായി കുറെ കൊലപാതകികളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗോവിന്ദൻ ഇക്കാര്യം അറിയുകയും ഇത് കുഞ്ഞിരാമനെ അറിയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കുഞ്ഞിരാമന് ചിരുദേവിയോട് വലിയ ദേഷ്യമായി. ഒരിക്കൽ പ്രണയം നടിച്ച് കുഞ്ഞിരാമൻ ചിരുദേവിക്ക് സമീപത്തെത്തുകയും അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല. ചിരുദേവി കാഞ്ഞിരങ്ങോട്ടുള്ള ഒരു ദമ്പതിമാരുടെ മകളായി വീണ്ടും പുനർജനിച്ചു. ജനിച്ച കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൾ വളർന്ന് അതീവ സൗന്ദര്യമുള്ള ഒരു യുവതിയായി മാറി. ഈ അത്ഭുതത്തിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ചിരുദേവി അപ്പോഴേക്കും ഒരു യക്ഷിയായി മാറിയിരുന്നു. ഒരു കോര യക്ഷി എന്ന് തന്നെ പറയാം. പുരുഷന്മാരെ വശീകരിക്കുകയും അവരുടെ ചോര കുടിക്കുകയുമായിരുന്നു അവളുടെ പ്രധാന വിനോദം. കുഞ്ഞിരാമൻ തന്നെ കൊലപ്പെടുത്തിയതാണെങ്കിലും അയാളോട് അപ്പോഴും അവൾക്ക് പ്രണയം തന്നെയായിരുന്നു. ഇടയ്ക്കിടെ അവൾ കുഞ്ഞിരാമനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഗോവിന്ദൻ വീണ്ടും കുഞ്ഞിരാമന്റെ രക്ഷകനായി എത്തുകയായിരുന്നു. യക്ഷിയായി മാറിയ സഹോദരിയോട് അദ്ദേഹം ചർച്ച നടത്തി. ഒരു വർഷം കുഞ്ഞിരാമനെ ചിരുദേവിക്ക് ജീവിത പങ്കാളിയായി എടുക്കാം, എന്നാൽ അതിനുശേഷം പ്രതിഷ്ഠയായി മാറാൻ സമ്മതിക്കണം. നരസിംഹമൂർത്തിയെ ഭജിച്ച് ശിഷ്ടകാലം ജീവിക്കണം. ഇതായിരുന്നു ഗോവിന്ദൻ യക്ഷിക്ക് മുന്നിൽ വെച്ച വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ചിരുദേവി അത് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് കാഞ്ഞിരങ്ങോട്ടെ വലിയ വീട്ടിൽ ക്ഷേത്രത്തിൽ യക്ഷിയെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രം നശിച്ചുപോയി. ചിരുദേവി നരസിംഹമൂർത്തിയുടെ ഭക്തയായി തീരുകയാണ് ഉണ്ടായിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇപ്പോഴും തുറക്കാത്ത ബി നിലവറയിൽ ഈ യക്ഷി പ്രതിഷ്ഠയുണ്ടെന്നാണ് വിശ്വാസപ്പെടുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പത്നിയും നർത്തകിയുമായ സുന്ദരലക്ഷ്മി ഉൾപ്പെടെ കാഞ്ഞിരക്കോട്ട് യക്ഷിയുടെ ഉപാസകരായിരുന്നു.